ഹായ് ഫ്രണ്ട്സ്, മലൈക്കോട്ടെ വാലിബൻ. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഇറങ്ങിയ ചില പടങ്ങൾ എനിക്ക് ഭൂരിപക്ഷ അഭിപ്രായത്തിന് ഓപ്പോസിറ്റായുള്ള അഭിപ്രായമാണ് തോന്നിയിട്ടുള്ളത്. ഉദാഹരണം സലാർ, ടൈഗർ 3, അബ്രഹാം ഓസ്ലർ. ഇവയൊക്കെ നെഗറ്റീവ് ടു മിക്സ്ഡ് റിവ്യൂസ് വന്ന കുറച്ച് പടങ്ങളാണ്. പക്ഷേ ഈ 3 പടങ്ങളും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടൈഗർ 3 എന്നുള്ള പടം പഠാനേക്കാളും ജവാനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അതേസമയം നൻപകൽ നേരത്ത് മയക്കം, ഭീഷ്മപർവം, KGF 2 ഇത് നല്ല ഭൂരിപക്ഷ അഭിപ്രായം വളരെ നല്ല രീതിയിൽ വന്ന പടങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ പടങ്ങൾ അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല തന്നത്. പറഞ്ഞു വരുന്നത് മലൈക്കോട്ടെ വാലിബൻ എനിക്ക് കംപ്ലീറ്റായി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു 10 റിവ്യൂസ് വന്നതിൽ 9 റിവ്യൂസും നെഗറ്റീവ് അല്ലെങ്കിൽ മിക്സഡ് ആണ് വാലിബനെ കുറിച്ചുള്ളത്. ഞാൻ പൊതുവെ വീഡിയോയുടെ അവസാനത്താണ് റേറ്റിംഗ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ആദ്യം തന്നെ പറയാം 5/5. അതിപ്പോൾ 5/5 എന്നുള്ള റേറ്റിംഗ് കൊടുക്കാനുള്ള കാരണം 100% LJP പടം, കംപ്ലീറ്റ് LJP പടം അങ്ങനെ ഒരു കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ നൻപകൽ നേരത്ത് മയക്കം എനിക്ക് തീരെ കണക്ട് ആകാൻ കഴിയാഞ്ഞ ഒരു പടമാണ്. 2/5 ആയിരുന്നു അതിന് ഞാൻ കൊടുത്ത റേറ്റിംഗ്. അതേസമയം ചുരുളി, ജല്ലിക്കെട്ട്, അങ്കമാലി ഡയറീസ് ഒക്കെ നന്നായി കണക്ട് ചെയ്ത പടങ്ങളാണ്. ആമേൻ എന്നെ സംബന്ധിച്ചൊരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ഒന്നും ആയില്ല. പക്ഷേ നല്ല സിനിമ, എബോവ് ആവറേജ് സിനിമയായിരുന്നു. പിന്നെ മോഹൻലാൽ എന്നുള്ള ഒരു മലയാളത്തിലെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള നടൻ LJPയുടെ പടത്തിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു ഓഫ് ബീറ്റ് പടം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പുലിമുരുകൻ അല്ലെങ്കിൽ നരസിംഹം ലെവൽ മാസ് ഐറ്റവും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന എന്നാൽ ഒരു എക്സ്പെരിമെൻ്റൽ ഐറ്റം ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അത് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് 5/5. ഇനി വാലിബനിലേക്ക് വന്നാൽ നമ്മൾ പണ്ട് ബാലരമ, ബാലഭൂമി തുടങ്ങിയ പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്ന തുടർക്കഥകളുണ്ട്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഇടതുവശത്ത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഇൻട്രോ. പണ്ടൊരു സ്ഥലത്ത് ഒരു മല്ലനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് മലൈക്കോട്ടെ വാലിബൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥയാണ്. അദ്ദേഹം ഒരു നാടോടിയായിരുന്നു. ഓരോ നാടുകളിലായി സഞ്ചരിച്ച് അവിടെ മല്ലിന് അല്ലെങ്കിൽ പോരിന് വിളിച്ച് ജയിച്ച് അടുത്ത നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്ന മല്ല് അല്ലെങ്കിൽ പോര് ഒരു ലക്കത്തിൽ ഉണ്ടാവും. അടുത്ത ലക്കത്തിൽ അതുമായി കണക്ഷനൊന്നും ഉണ്ടാവില്ല. വേറൊരു കഥ, അടുത്ത ലക്കത്തിൽ വേറൊരു കഥ. ഇങ്ങനെ പോകുന്നതാണ് ബാലരമ, ബാലഭൂമികളിൽ കാണുന്ന ചില കഥകൾ. ആ ഒരു മോഡിലാണ് മലൈക്കോട്ടെ വാലിബന്റെ സ്റ്റോറി ടെല്ലിംഗ്. അങ്ങനെ പോയി പോയി ഇതിനൊരു ക്ലൈമാക്സ് വേണമല്ലോ. അത് മലൈക്കോട്ടെ വാലിബന്റെ നാട്ടിലെത്തി അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ. അത് എന്താണെന്നൊന്നും സ്പോയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ഒരു നാടോടിക്കഥ അത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. കാരണം അതിൻ്റെ ലൊക്കേഷനൊക്കെ ജയ്സാൽമീർ, രാജസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫിക്ഷനാണ്. ഫാൻറ്റസി എന്ന് നമ്മൾ ക്ലൈമാക്സ് വരെ അതൊരു ഫാൻറ്റസിയാണെന്ന് തോന്നില്ല, ഒരു കംപ്ലീറ്റ് ഫിക്ഷൻ. ഈ നാടോടിക്കഥകൾ അല്ലെങ്കിൽ ഫോക്ക് ലോർ പറയുമ്പോൾ അതൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് രീതിയിലായിരിക്കും പൊതുവെ വേണ്ടത്. അതിവിടെ മധു നീലകണ്ഠൻ്റെ DOP വർക്ക് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. നമ്മൾ മലയാളത്തിൽ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള ഫ്രെയിംസാണ് വാലിബനിലുള്ളത്. പ്രിയദർശൻ സിനിമകളിൽ നമ്മൾ തേന്മാവിൻ കൊമ്പത്തിലൊക്കെ കണ്ട ചില ഫ്രെയിംസ്, റയറായിട്ട് കാണുന്ന ഫ്രെയിംസ് ഈ വാലിബനിൽ നമുക്ക് ഉടനീളം കാണാൻ പറ്റും. അതുപോലെ ഒരു ഫോക്ലോർ കഥക്ക് വേണ്ട ടൈപ്പ് BGM ആണ് വാലിബന് വേണ്ടത്. അല്ലാതെ അനിരുദ്ധ് ജയിലറിന് കൊടുത്തതുപോലെയോ അല്ലെങ്കിൽ GV പ്രകാശ് ക്യാപ്റ്റൻ മില്ലറിന് കൊടുത്തതുപോലെയോ മോഹൻലാലിന്റെ ഇൻട്രൊഡക്ഷന് അങ്ങനെ ഒരു മാസ് BGMന്റെ ആവശ്യം ഇവിടെ ഇല്ല. അങ്ങനെ സിനിമക്ക് വേണ്ട തരത്തിലൊരു BGM ആണ് പ്രശാന്ത് പിള്ള കൊടുത്തിരിക്കുന്നത്. ഈ BGMനെ കുറിച്ച് തന്നെ ഞാൻ 2 എക്സ്ട്രീം റിവ്യൂസ് കണ്ടു. മൺസൂൺ മീഡിയ സുധീഷ് പയ്യന്നൂർ അദ്ദേഹം പറഞ്ഞത് BGM കംപ്ലീറ്റായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ നടുക്ക് ഇന്റർവെൽ ടൈമിൽ കോട്ടക്കകത്ത് നടക്കുന്ന ഫൈറ്റ് സീനിലുണ്ടായ BGM വലിയ ബോധിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. പക്ഷെ അശ്വന്ത് ഗോക്ക് അദ്ദേഹത്തിന്റെ റിവ്യൂവിൽ പറഞ്ഞത് BGM തീരെ പിടിച്ചില്ല, പക്ഷേ കോട്ടക്കകത്ത് നടന്ന ഫൈറ്റിലെ BGM നന്നായി ഇഷ്ടപ്പെട്ടു. BGMന്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു എക്സ്ട്രീം റിവ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് കണ്ടത് ഇതിലെ ഡയലോഗ്സ് ആണ്. അതായത് ഡയലോഗ് ഡെലിവറി നടത്തുന്ന വിധം, ഒരു നാടകീയത നിറഞ്ഞു നിൽക്കുന്ന ഡയലോഗ് എന്നുള്ള ഒരു കുറ്റം പലരും പറഞ്ഞതായി കണ്ടു. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ഡയലോഗ് പറയുമ്പോൾ നമ്മളത് മനസ്സിൽ വായിക്കുമല്ലോ, അതുപോലെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഡയലോഗ് ഡെലിവറി നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നടക്കുന്ന സിനിമകൾ എടുത്തു നോക്കിയാലും കാസർഗോഡ് സ്ലാങ് അല്ലെങ്കിൽ തിരുവനന്തപുരം സ്ലാങ് ഇതൊന്നും എല്ലാവർക്കും പിടിക്കണമെന്നില്ല.
അപ്പോൾ ഒരു ഫിക്ഷണൽ ലോകത്ത് ഏത് തരത്തിലുള്ള ഡയലോഗ്സ് ഉപയോഗിക്കാം എന്നുള്ളത് അതിൻ്റെ റൈറ്റർക്കോ ഡയറക്ടർക്കോ ആവുന്നതാണ്. എന്നെ സംബന്ധിച്ച് ആ ഡയലോഗ്സിലും ഞാൻ ഒരു നെഗറ്റീവും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു, അങ്ങനെ പറയുമ്പോൾ അതൊരു മാസ് എലമെൻ്റ് അല്ലേ കൊടുക്കുന്നത്. മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിച്ച ഒരു പടമാണ് വാനപ്രസ്ഥം. മലയാളത്തിൻ്റെ മോഹൻലാൽ തന്നെ അവതരിച്ച പടങ്ങളാണ് സതയായാലും ഭരതായാലും കിരീടായാലും. നമ്മുടെ മോഹൻലാൽ അവതരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുലിമുരുകൻ ലെവലോ ലൂസിഫർ ലെവലോ നരസിംഹ ലെവലോ ആകണമെന്നില്ല. വിജയെ പോലെയോ രജനീകാന്തിനെ പോലെയോ ടിപ്പിക്കൽ മാസ് നടനല്ല മോഹൻലാൽ. അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത് ഏത് ടൈപ്പ് ജോണേഴ്സും ചെയ്യാനുള്ള കഴിവുകൊണ്ടാണ്. എങ്ങനെ ഉള്ള കഥാപാത്രങ്ങൾ കിട്ടിയാലും അത് 100% പ്രേക്ഷകരിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള കഴിവുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന എന്ന് പറയുമ്പോൾ അത് ഒരു ഓഫ് ബീറ്റ് പടായാലും പോലും തന്മാത്ര ആയാലും പോലും അത് ഒരു അവതാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ മാസ് എലമെന്റുമായി കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള കഥാപാത്രമായിട്ട് മോഹൻലാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു മല്ലന് വേണ്ട സംഭവങ്ങൾ, അതായത് അതിന് വേണ്ട ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ആ മല്ലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ പറയുമ്പോൾ അത് വിശ്വസനീയമായിട്ട് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് മോഹൻലാൽ എന്നുള്ള നടന്റെ വിജയം. ഈ കഥാപാത്രം ഇന്ത്യൻ സിനിമയിൽ ചെയ്യാൻ വേറൊരു നടനില്ല. ചിലപ്പോൾ കുറച്ച് മുമ്പ് കമൽഹാസൻ ബോഡിയൊക്കെ ഒന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്തി വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. മറ്റൊരു നടനുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ആക്ടിങ് അത്ര പോരാ എന്നുള്ള അഭിപ്രായം പൊതുവേ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറ്റില്ല. അത് സൽമാൻ ഖാനാണ്. ആ ബോഡി വെച്ചിട്ട് സൽമാൻ ഖാന് ഈ വാലിബൻ എന്നുള്ള കഥാപാത്രം ചെയ്യാൻ പറ്റും. വാലിബൻ എന്നുള്ള കഥാപാത്രം സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇനി MT രണ്ടാം ഊഴം എന്നുള്ള കഥ സിനിമയാക്കുമ്പോൾ മോഹൻലാൽ അല്ലാതെ വേറൊരു നടനില്ല ഭീമനായിട്ട് വരാൻ വേണ്ടി. കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ഏജിൽ അദ്ദേഹത്തിന് അത് പറ്റുമോ എന്നുള്ളത്. ഒരു സംശയമില്ല, 100% മോഹൻലാൽ തന്നെയാണ് അത് യോജിച്ച നടൻ. മോഹൻലാൽ അല്ലാതെ എനിക്കറിയുന്ന 2 കാസ്റ്റിംഗ്, ഒന്ന് ഹരീഷ് പേരടി, 2 മണികണ്ഠൻ ആചാരി. ഹരീഷ് പേരടിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നത് കേട്ടത് ഭയങ്കര നാടകീയത കലർത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ഈ സിനിമയിൽ നാടകീയത ആവശ്യമുണ്ട്. ഒരു ഫോക്ലോർ ആകുമ്പോൾ അത് വേണം. അത് ഹരീഷ് പേരടി നന്നായി ഡെലിവർ ചെയ്തിട്ടുണ്ട്. മണികണ്ഠൻ ഒരു ഓക്കെ പെർഫോമൻസ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് മോഹൻലാൽ എടുത്തു പറയേണ്ട പെർഫോമൻസ്, ഇതിലെ വില്ലൻ ഡാനിഷ് സേട്ട്. അദ്ദേഹം ഒരു കന്നഡ നടനാണ്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത്, ജോക്കർ ലെവലൊക്കെ വെക്കാൻ പറ്റിയ ഒരു കഥാപാത്രം. നമുക്ക് ഒരു ധാരണയുണ്ട്, അതായത് ഹോളിവുഡിലെ ചില റോളുകളെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലും അല്ലെങ്കിൽ തമിഴിലും ഹിന്ദിയിലൊക്കെ ഉള്ളത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്താൽ തെറ്റൊന്നുമില്ല. എന്താണ്, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ജോക്കറിനെ അവിടെ ഡെലിവർ ചെയ്തു. ഇവിടെ ഈ വില്ലനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഡാനിഷ് സെറ്റിൻ്റെത്. പിന്നെ ഫീമെയിൽ ലീഡ്സ് സൊനാലി കുൽക്കർണി, കഥാനന്ദി, സുചിത്ര നായർ. അത് ഓരോരോ സ്ഥലത്താണ് ഇവരുടെ റോള് വരുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല, എന്ന് വെച്ച് മോശമല്ല. ഇനി പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചാണ്. നമ്മൾ ഒരു നിമിഷം കഴിയുമ്പോൾ വിചാരിക്കും സിനിമ തീർന്നു, ഇനിയില്ല. പക്ഷെ അത് കഴിഞ്ഞു ഒരു 15-20 മിനിറ്റോളം ഉണ്ട്. സാധാരണ സിനിമകളിൽ കാണുന്ന ക്ലൈമാക്സ് രീതികളെ തച്ചുടക്കുന്ന ഒരു രീതിയാണ് LJP ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു അൺകൺവെൻഷണൽ ക്ലൈമാക്സ്. ആക്ഷനും ഫൈറ്റൊക്കെ തീർന്നു, പിന്നെ ജസ്റ്റ് ഡയലോഗ്സ് ആണ്. വാലിബൻ ആരാണ് എന്ന് റിവീൽ ചെയ്യുന്ന നിമിഷങ്ങൾ, അതിനൊരു ടെയിലൻഡും രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു മുന്നൊരുക്കവും, അത് തിയേറ്ററിൽ എന്നെ സംബന്ധിച്ച് ഒരു നല്ല ഗൂസ്ബംപ് തന്ന മൊമെൻ്റ് ആയിരുന്നു. രണ്ടാം ഭാഗത്തിൽ എന്തായിരിക്കും വരിക എന്നുള്ളത്. അതുകൊണ്ട് മലൈക്കോട്ടൻ വാലിബൻ 2 വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇനി ചുരുക്കത്തിൽ മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ, അമ്പത്തൂർ മലക്കോട്ടെ, മാൻകൊമ്പൊടിഞ്ഞൂർ തുടങ്ങിയ ഫിക്ഷണൽ പ്ലേസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റി കഴിഞ്ഞാൽ, സലാറിനെ കുറിച്ച് പറയുമ്പോൾ ഖാൻസാർ എന്നുള്ള വേൾഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം പേർക്കും അത് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായത്. എൻ്റെ വെച്ച് വന്ന ഭൂരിഭാഗം പേർക്കും ഈ സിനിമ കണക്റ്റ് ആയില്ല. അത് ഓരോ ആളുടെ ടേസ്റ്റും ഓരോ തരത്തിലായിരിക്കും. പക്ഷേ OTT റിലീസായി കഴിഞ്ഞ്, ഹോട്ട്സ്റ്റാറാണ് ഇതിൻ്റെ റൈറ്റ് വാങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ള 4 ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് വരാൻ പോകുന്ന റിവ്യൂസ്
മികച്ചതായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുപോലെ മലയാളത്തിൽ മുമ്പ് ഗുരു, ദേവദൂതൻ, ഡബിൾ ബാരൽ, ആട് ഇവക്കൊക്കെ കിട്ടിയ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഒരു കൊല്ലം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞ്, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ മലൈക്കോട്ടെ വാലിബന് കിട്ടും. ഇപ്പോഴും ഇതിൻ്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എന്തായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നേ ഇല്ല. ഫ്ലോപ്പ് ആയിരിക്കോ, ആവറേജ് ആയിരിക്കോ, ഹിറ്റ് ആയിരിക്കോ, ഒരു പിടിയുമില്ല. പക്ഷേ മലം കൾട്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ഐറ്റത്തിനെ വിശേഷിപ്പിക്കുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.